വിജയകുമാർ ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വനത്തിനകത്ത് ആനകൾക്ക് ഇതുപോലെ പരസ്പരമുള്ള സംഘർഷങ്ങളിലോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ പരിക്കേൽക്കുക, ഒന്നുകിൽ ആനകൾ അതിനെ അതിജീവിക്കുക അല്ലെങ്കിൽ ചത്തുപോകുക, അതൊക്കെ സ്വാഭാവികമാണെന്നാണ്. പക്ഷേ ലോകത്ത് പലയിടത്തും ഇങ്ങനെ വൈൽഡ് ആനിമൽസിനെ നിരന്തരമായി നിരീക്ഷിക്കുകയും അതിന് പരിക്ക് പറ്റിയാൽ അതിന് ചികിത്സ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സംഘങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ പോയാൽ തന്നെ അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ സംഘടനകൾ അവരുടെ ചാനലുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ നിലയ്ക്ക് വൈൽഡ് ആനിമൽസിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവയ്ക്ക് ആവശ്യമായ എയ്ഡ് കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഉദ്യമമാണ്. ആ നിലയ്ക്ക് നമ്മൾ എന്തുമാത്രം ഒരു വലിയ സ്റ്റെപ്പാണ് ഈ ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. വിജയകുമാർ, അതായത് നമ്മള് ഇവിടെയുള്ള ഡോക്ടർമാര് ഒക്കെ വളരെ, അതായത് ലോകത്തിൽ തന്നെ നമ്മൾ ആഫ്രിക്ക പോലെയുള്ള ഒരു രാജ്യങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ പറയാറ്. അതിനേക്കാളും ഒക്കെ മികച്ച രീതിയിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള, വളരെ ഈ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഡോക്ടർമാരുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഇപ്പൊ കൊടുക്കുന്നതിലും മികച്ച ഒരു സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ പ്രശ്നങ്ങൾ, നമുക്കുള്ള മാൻ പവർ, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ഈ രംഗത്ത് മാത്രമല്ല പലതിലും ഉണ്ട്. അപ്പോൾ ഉള്ള മിനിമം വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ സംരക്ഷിക്കുകയും അവയെ റീലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടേത്. അപ്പൊ ഇതിൽ കൂടുതൽ ആകുലതകളുടെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുക. അരുൺ സക്രിയെ പോലെയുള്ള, അതേപോലെ തകരി സർ പോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ, അല്ലെങ്കിൽ അവര് വളരെ നന്നായിട്ട് ട്രെയിൻഡ് ആണ്. മൃഗങ്ങളുടെ സ്വഭാവങ്ങൾ ഒക്കെ ആനകളുടെ പ്രത്യേകിച്ചിട്ടും വളരെ ആഴത്ത് പഠിച്ചവരാണ്. പിന്നെ നമ്മൾ ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു തരം ഭയാശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ മയക്ക് വെടി എന്നുള്ള ഒരു പ്രയോഗം പോലും ജനങ്ങളിലും പൊതുവെ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ധാരണ ഉണ്ടാക്കും. അതായത് വെടി എന്ന് പറയുന്ന ഒരു ഭാഗം അതിന്റെ ഭാഗത്തുനിന്ന് ഒഴിവാക്കേണ്ടതാണ് ഞാൻ എപ്പോഴും പറയാ. അതായത് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്ന് മാത്രമാണ് അതിന് പറയേണ്ടത്. അത് അടുത്ത് പോയിട്ട് കുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ഒരു ഉപകരണം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് വെടി എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു ആനയെ വെടിവെക്കുക എന്നുള്ള ഒരു വലിയൊരു സങ്കല്പത്തിലേക്ക് ആളുകളൊക്കെ പോകുന്നുണ്ട്. ആവശ്യമുണ്ടെന്നാണ്. താങ്ക് യു ശ്രീ വിജയകുമാർ താങ്കളുടെ പ്രതികരണത്തിന്.